അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയോട് വിട പറയുന്നു എന്ന് എക്സിൽ കുറിച്ചു. അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന്. വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം. വയനാട് ചൂരൽമല ദുരന്ത ഭൂമിയിൽ 10ാം ദിനവും പരിശോധന. സൺറൈസ് വാലിയിൽ കെടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ. ചാലിയാർ തീരത്തും പരിശോധന തുടരും. നെറ്റ്വർക്ക് കവറേജിന് ചൂരൽമലയിൽ താൽക്കാലിക മൊബൈൽ ടവർ ഒരുക്കി. പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 5 ആണ്ട്. പുത്തുമലയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 17 പേർക്ക്. കവളപ്പാറയിൽ ഉരുളെടുത്തത് 59 ജീവനുകൾ. പുനരധിവാസം വേണ്ട രീതിയിൽ പൂർത്തിയാക്കിയില്ലെന്ന് പരാതി. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന്. വിധി പറയുക നജീബ് കാന്തപുരത്തിനെതിരെ ഇടത് സ്ഥാനാർത്ഥി നൽകിയ ഹർജി. തെരഞ്ഞെടുപ്പ് നിയമപരമല്ലെന്ന് KP മുഹമ്മദ് മുസ്തഫയുടെ വാദം. കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയത് 3 കോടിയുടെ തട്ടിപ്പ്. മുൻ ക്ലാർക്ക് അഖിൽ C വർഗീസിന്റെ തട്ടിപ്പ് ഫാമിലി പെൻഷൻ തുക അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രതിമാസം 5 ലക്ഷം വീതം തട്ടിയെന്നും കണ്ടെത്തൽ. പോലീസിൽ പരാതി നൽകി നഗരസഭാ സെക്രട്ടറി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്ന് സ്വർണ്ണ പ്രതീക്ഷ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം സ്പെയിനിനെ നേരിടും. ഗുസ്തി താരം അന്തിം പങ്കലിന്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കി.